നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറച്ച് മുൻദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിൽ സ്നേഹം മാത്രമുള്ള എന്റെ വസുവിന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ, എന്നോട് ക്ഷമിച്ചേക്ക്. ആനന്ദേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുക. അതിന്റെ ആവശ്യം ഇപ്പൊ എന്താ ഉള്ള? തന്നെ ഞാൻ എല്ലാവരുടെ മുമ്പ് വെച്ച് അത്രയ്ക്ക് ഹരാസ് ചെയ്തില്ലേ? അതെനിക്ക് കിട്ടേണ്ടത് ആനന്ദേട്ട, അതെനിക്ക് ആവശ്യമായിരുന്നു. മുൻപേ ഈ ശാസനം കിട്ടിയിരുന്നെങ്കിൽ അന്നേ എന്റെ മനസ്സ് നന്നായനെ. ഞാൻ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടും അറിഞ്ഞും ശ്യാമയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവം തന്ന ശിക്ഷ എനിക്ക്. ചെയ്തു പോയ തെറ്റിന് കുറച്ചെങ്കിലും ശിക്ഷ കിട്ടിയല്ല. ഇപ്പൊ എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനമുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരില് എന്തെല്ലാം ദ്രോഹങ്ങളാ ഞാൻ ശ്യാമയോട് ചെയ്ത. അതിനെല്ലാം ആ പാവം മോൾ അനുഭവിച്ച വേദന അതിന്റെ 10 വരില്ലല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ തിരിച്ചടി. ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ശ്യാമയോട് ചെയ്തു പോയ തെറ്റിനെല്ലാം എനിക്ക് പകരം തീർക്കണം. അത് സ്നേഹം കൊണ്ടാ, ശ്യാമയോടുള്ള സ്നേഹം കൊണ്ട്. ഇനി അവൾക്ക് വിഷമമുണ്ടാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്തായാലും ഈ മനംമാറ്റത്തല്ലാതെ ഈ പശ്ചാത്താപം തന്നെയാണ് എല്ലാത്തിലുള്ള പ്രായച്ചിത്തം. ഇനി ശ്യാമയുടെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാ. പക്ഷെ അപ്പോഴും മറ്റൊരു വേദന എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യ, ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാ സ്നേഹിച്ച. എന്നിട്ടൊടുവിൽ എന്നെ തന്നെ അവസരം കിട്ടിയപ്പോ പാല് കൊടുത്ത കയ്യിൽ തന്നെ അവളെ തിരിഞ്ഞു കൊത്തി. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയി. അതാ എനിക്ക് പറ്റിയത്. ആത്മാർത്ഥമായി സ്നേഹിച്ച ശ്യാമയെ ഞാൻ വെറുത്തു. ഐശ്വര്യയുടെ സ്നേഹം സത്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതിനെനിക്ക് ശരിക്കും കിട്ടി. ഇപ്പോഴെങ്കിലും വസു സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. ഐശ്വര്യ അരുണിന്റെ ഭാര്യയായിപ്പോയി. ഇല്ലെങ്കിൽ വസുന്ധര ആരാന്ന് ഈ നിമിഷം അവൾ അറിഞ്ഞേനെ. താൻ സമാധാനിക്ക്. ഇനിയിപ്പോ അതേ ചൊല്ലിയ ഐശ്വര്യയുടെ പ്രശ്നമൊന്നും വേണ്ട. ഒരു കണക്കിന് അവളെ ഇങ്ങനെ വളർത്തിയെടുത്തതില് വസുവിനും പങ്കില്ലേ? ഓർത്തു നോക്കി. ശരിയാ, അവളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ഞാൻ മറന്നു. ഐശ്വര്യം നമ്മുടെ മോള. അവളെയും നമുക്ക് പറഞ്ഞു തിരുത്താനാവണം. അതിനാ വസു ശ്രമിക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത വിഷപ്പൊടി കഴിച്ച് ശ്യാമ അനുഭവിച്ച ആ വേദന അത് എത്ര മാത്രമാണെന്ന് നിങ്ങൾക്കറിയോ? അത് കഴിച്ചാലുള്ള വേദന എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ആരോട് ഈ ക്രൂരത ആവർത്തിക്കില്ല.
കുടിക്ക. ഞാൻ കുടിക്കില്ല. ഇത് കുടിക്കാനാ പറഞ്ഞേ. അഖി, ഇത് വലിയ വിഷ, ഞാൻ കുടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നല്ല ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് കുടിക്കും. അഖി, ഞാനിത് കുടിക്കില്ല. അറിയാലോ, അച്ഛൻ പറഞ്ഞത് എന്താന്ന് മറന്നോ? ശ്യാമ മാപ്പ് തന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഈ വീട്ടിൽ കഴിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ നിമിഷം ഔട്ട്. ഈ വീടിന് പുറത്താ നിങ്ങള്. പിന്നെ തിരിച്ച് ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാനും സമ്മതിക്കില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അങ്ങനെ സംഭവിക്കണ്ടെങ്കിൽ ഇത് കുടിക്കാം. അഖി, ശ്യാമ മാപ്പ് തരണോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വീട് വിട്ടു പോണോ? അഖി, മാപ്പ്. ഇത്ര നാള് പലതും ക്ഷമിച്ചു. ഈ കാര്യത്തിൽ മാപ്പ് തരില്ല. ഞാൻ ശ്യാമയെ ക്ഷമിക്കയില്ല. ശ്യാമേ, ശ്യാമയിൽ നിന്ന് യാതൊരു ദയം പ്രതീക്ഷിക്കണ്ട. ദാ, ഇത് കഴിച്ചാൽ ക്ഷമിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അപ്പൊ തീരുമാനിക്കാം. അഖി, നീ എന്നെ കൊല്ലാനാണോ നോക്കുന്നേ? ഇതിന്റെ സുഖേ നിങ്ങളും കൂടി കുറച്ച് അറിയണം. ഒരു തവണ കൂടി ഞാൻ ചോദിക്കുക, നിങ്ങളിത് കുടിക്കുന്നോ അതോ? പറ്റില്ല എന്നാണ് ഉത്തരവെങ്കിൽ ആ നിമിഷം ഈ വീടിന്റെ പടി ഇറങ്ങണം. ഞാൻ 3 തവണ എണ്ണം. അതിനിടയ്ക്ക് ഇത് വാങ്ങി കഴിച്ചില്ലെങ്കിൽ പിന്നെല്ലാം നിങ്ങളുടെ വിധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.